നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 7 എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അങ്ങനെ ആത്മാർത്ഥ സുഹൃത്തുക്കൾ അടിച്ചു പിരിഞ്ഞു. അതായത് ഷാനവാസും അനീഷും തമ്മിൽ അടിച്ചു പിരിഞ്ഞു. അതാണ് നമ്മുടെ സീസൺ എപ്പിസോഡ് എൻഡായപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം. പെട്ടെന്ന് പോലെ അടിച്ചു പിരിയേണ്ട കാര്യങ്ങൾ പലതും ഉണ്ട്. അതിൽ മെയിൻ കാരണം എന്ന് വെച്ചാൽ മറ്റേ ഒരു കോയിൻ ഉണ്ടല്ലോ, 3 ചോക്ലേറ്റ് കിട്ടുന്ന കോയിൻ. അതായത് ആ കഥ പറഞ്ഞപ്പോൾ സംവിധായകൻ കൊടുത്ത ഒരു കോയിൻ ഉണ്ടല്ലോ, ആ കോയിന് ആര് അടിച്ചു മാറ്റുന്നു, ആദില അടിച്ചു മാറ്റുന്നു. അവസാനം അത് ഷാനവാസിന്റെ കയ്യിലെത്തുന്നു. ഈ കോയിൻ നഷ്ടപ്പെട്ടു എന്ന് പറയാൻ വേണ്ടിയിട്ട് അനീഷ് പല പ്രാവശ്യം എന്ത് ചെയ്യുന്നുണ്ട്, ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇവിടെ ഷാനവാസ് എന്ത് ചെയ്യുന്നു, തമാശവൽക്കരിച്ചുകൊണ്ട് അവനെ പറയാൻ സമ്മതിക്കുന്നില്ല. അവസാനം ഒരു ടിഷ്യൂ പേപ്പറിൽ എഴുതി ആ പടമൊക്കെ വരച്ചുകൊണ്ട് കാണിക്കാൻ വേണ്ടി പോകുമ്പോൾ അവിടെ വെച്ചും ഈ പറയുന്ന എന്ത് ചെയ്യുന്നുണ്ട്, ഷാനവാസ് വന്നിട്ട് പിടിച്ചു വാങ്ങിക്കൊണ്ട് പോകുന്നു. അതിനുശേഷം നമ്മൾ കാണുന്നത് നമ്മുടെ പഴയ രജിത് സാറിനെ ഓർമ്മിപ്പിക്കുന്ന സീനുകളാണ് പിന്നെ കണ്ടത്. ക്യാമറയെ നോക്കി ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട് സ്വമേധയാ സംസാരിക്കുന്ന അനീഷിനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനകത്ത് അനീഷ് പറയുന്നുണ്ട്, എനിക്ക് തെറ്റുപറ്റിപ്പോയി, ഫ്രണ്ട്സുകളെയൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചു വേണം തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്, ഇതൊരു പാഠമാണ് എന്നൊക്കെ അനീഷ് അവിടെ നിന്ന് പറയുന്നുണ്ട്. ഇതാണ് സംഭവം. അപ്പോ എനിക്കങ്ങനെ ഈ പറയുന്ന ഷാനവാസ് പിന്നീട് തമാശ കളിക്കും. പക്ഷെ തമാശയാണെങ്കിലും ചിലപ്പോഴും അനീഷിനെ അത് പിടിക്കാതെ വരും. പലപ്പോഴും തമാശകൾ അതിൽ നിന്നുണ്ട് കുറച്ച് അധികമായി പോകുന്നുണ്ട് എന്നുള്ളതും സത്യമാണ്. കാരണം അവനെ പറയാൻ അനുവദിക്കണമായിരുന്നു. അവൻ അറിയത്തില്ലല്ലോ ഈ പറയുന്ന കോയിൻ ഈ പറയുന്ന ഷാനവാസിന്റെ കയ്യിലാണ് ഉള്ളതെന്ന് അവൻ അറിയത്തില്ല. അപ്പൊ അനീഷ് പിന്നെ കുറച്ച് ഓവറും കൂടിയാണ്. അനീഷ് പലപ്പോഴും കുറച്ച് ഇതിനെ ഓവറാക്കി കാണിക്കുന്ന ഒരു ശീലമുണ്ട്. അപ്പോൾ അതായത് ഇന്ന് പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ടാസ്ക് ഉണ്ടല്ലോ, ഇത് ബോട്ടിൽ ടാസ്ക്, അത് റദ്ദ് ചെയ്തു. 3 തവണയും എന്ത് ചെയ്തു, അത് പൂർത്തിയാക്കാൻ പറ്റാത്തത് കൊണ്ട് ആ ടാസ്ക് തന്നെ ഇവിടെ റദ്ദാക്കുകയാണ്. അതിൽ ഈ പറയുന്ന ബിഗ് ബോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ അനീഷിനെ തന്നെയാണ് അവിടെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് പറയുന്നത്, പലപ്പോഴും തനിക്ക് കിട്ടിയില്ലെങ്കിൽ മറ്റാർക്കും കിട്ടരുത് എന്നൊരു മനോഭാവത്തോടു കൂടി ആ ടാസ്കിനെ അലമ്പാക്കിയത് കൊണ്ട് നമ്മൾ ഈ ടാസ്ക് എടുത്ത് കളയുന്നു. പക്ഷെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ഇമ്മ്യൂണിറ്റി വേണ്ടേ, അടുത്ത ആഴ്ചത്തേക്ക് ഒരു നോമിനേഷൻ ഫ്രീ ആർക്കെങ്കിലും വേണ്ടേ, അതുകൊണ്ട് നമ്മൾ മറ്റൊരു ടാസ്കും കൂടി വെക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് മറ്റൊരു ടാസ്ക് വെച്ചത്. ആ ടാസ്ക് നിങ്ങൾ കണ്ടല്ലോ, എല്ലാവരും കൂടി തിരിഞ്ഞിരിക്കും. പിന്നെ ഈ പറയുന്ന എന്താണ്, കറുത്ത ബ്ലൈൻസ് ഇങ്ങനെയൊക്കെ കെട്ടിയിട്ടിരിക്കും. ആ ഒരു ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്ന എഴുതിയ ഒരു കുപ്പി കാണും. ആ കുപ്പി കുറെ ബൗൺസേഴ്സ് കാണും. ബൗൺസേഴ്സ് കറങ്ങി വന്ന് ആരെ തൊടുന്നു അവരഴിച്ച് ആ ഒരു എന്ത് ചെയ്യണം, ആ ഒരു ഇമ്മ്യൂണിറ്റി കുപ്പി വേറെ ആരാണോ പിന്നീട് അവർക്ക് പുറത്താക്കണം എന്ന ആഗ്രഹമുള്ളത് അവിടെ കൊണ്ടുവയ്ക്കണം. അവരെ എണീറ്റ് നിന്നിട്ട് ആരാണ് തന്റെ അടുത്ത് ഈ കുപ്പി കൊണ്ടുവച്ചത് എന്ന് ഐഡന്റിഫൈ ചെയ്തത് ശരിയാണെങ്കിൽ കൊണ്ടുവച്ചയാൾ പുറത്താവും, അതല്ല പറയുന്നത് തെറ്റാണെങ്കിൽ ഈ പറയുന്ന ആള് പുറത്താവും. അങ്ങനെയായിരുന്നു. അവസാനം 2 പേരാണ് വന്നത്. അതിനകത്ത് വേറൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇത് കാണാമായിരുന്നു എന്നുള്ളതാണ്. അതായത് എല്ലാവരും അതിനുശേഷം ഇപ്പം അനുമോളായിക്കോട്ടെ, ഈ പറയുന്ന സാബുമാനായിക്കോട്ടെ, അവരൊക്കെ പറഞ്ഞു നമുക്കൊക്കെ കാണാമായിരുന്നു ആരാണ് നമ്മുടെ ഫ്രണ്ടിൽ ഈ കുപ്പി കൊണ്ട് വെക്കുന്നത് എന്ന് കാണാമായിരുന്നു. അത് ബിഗ് ബോസിന് മനസ്സിലായി. അതിനുശേഷം ഒരു പകുതി റൗണ്ടൊക്കെ ആയപ്പോൾ ഇവരെ പിടിച്ച് തിരിച്ചിരുത്തിയപ്പോഴാണ് കുറച്ചെങ്കിലും അവർക്ക് സൗണ്ട് ഒക്കെ കേൾക്കുക, സൈഡിൽ നിന്നാണ് വരുന്നത്. അതൊക്കെ അവർക്ക് പിന്നെ മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും അവസാനം ഈ ജയിച്ചത് ഇതിൽ അവസാനം 2 പേര് വന്നു. അക്ബറും ബിന്നിയുമാണ് 2 പേര് വന്നത്. അവരെ 2 പേരെയും അടുത്ത് പിടിച്ചിരുത്തിയിട്ട് ആര് ഫസ്റ്റ് കണ്ണടയ്ക്കും അങ്ങനെയുള്ള ഒരു ടാസ്ക് വെച്ചു. ബെസ്റ്റ് ഓഫ് 3 ആയിരുന്നു. അതിൽ 2 ഈ പറയുന്ന തുടർച്ചയായ 2ഉം ബിന്നി ജയിച്ചു. അങ്ങനെ ബിന്നിക്ക് തൊട്ടടുത്ത ആഴ്ച ഒരു ഇമ്മ്യൂണിറ്റി പവർ കിട്ടി. അതായത് തൊട്ടടുത്ത നോമിനേഷൻ ഫ്രീ കിട്ടിയപ്പോൾ ഏതാണ്ട് 70-72 ദിവസം വരെ ബിന്നി അതിനകത്ത് ഉണ്ടാകും എന്നുള്ളത് ഒരു വലിയൊരു പ്ലസ് പോയിന്റ് ആണ്. ബിന്നിക്ക് ഭാഗ്യമുണ്ട് എന്ന് തന്നെ നമുക്ക് പറയേണ്ടതായിട്ട് വരും. അതിന്റെ അടുത്ത് ബിന്നിയുടെ കേസ് പറയുകയാണെങ്കിൽ, ബിന്നി ഇന്നത്തെ രാവിലത്തെ മോർണിംഗ് ടാസ്കിൽ പറഞ്ഞ വിഷയം ഇതായിരുന്നു. ആദ്യം നല്ല ഫയറായി നിന്നു, അതിനുശേഷം ഡിമ്മായി പോയത് ആര്, അതുപോലെ തന്നെ ഡിമ്മായിട്ട് ഇപ്പൊ ഫയർ ആയത് ആര് എന്നുള്ള സബ്ജക്റ്റ് ആണ് കൊടുത്തത്. അതിൽ പലവരും ബിന്നിയുടെ പേര്, അതായത് ബിന്നി ആദ്യം നല്ല ഒരു പിന്നെ നിലവാരവും ഇല്ലാത്ത, അല്ലെങ്കിൽ ഒരു നിലപാടും ഇല്ലാത്ത ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു ബിന്നി. ഇപ്പോ ബിന്നി നല്ല രീതിയിൽ പ്രതികരിക്കണം, നല്ല രീതിയിൽ ഫയർ ആയിട്ട് കയറി വരുന്നുണ്ട് എന്ന് പല മത്സരാർത്ഥികളും ബിന്നിയെ കുറിച്ച് എന്ത് ചെയ്തു, അഭിപ്രായപ്പെട്ടു. ഈ അഭിപ്രായപ്പെട്ടതിന് ശേഷം ബിന്നിയുടെ ചെറിയ ഒരു പിരിവിട്ടതുപോലെയാണ് ബിന്നി പിന്നെ പെരുമാറുന്നത്. അതിന് ഉത്തമ ഉദാഹരണമാണ് ഷാനവാസുമായി നടന്ന ഫൈറ്റിൽ വളരെ ഒരു കാരണവുമില്ലാതെ ഷാനവാസിന്റെ വീട്ടിൽ ഇരിക്കുന്ന ഭാര്യ അവരെ വിളിച്ചു. നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന പെണ്ടാട്ടിയെ പോലെ അല്ല, ഭാര്യയെ പോലെ അല്ല എന്ന് പറയേണ്ട ഒരാവശ്യവും അവിടെ ബിന്നിക്കില്ലായിരുന്നു. ഈ ഒരു ഫൈറ്റ് നോക്കിയാൽ തന്നെ എന്തോ ഒരു കാരണവുമില്ലാതെ വെറുതെ ഒരു സില്ലി കേസിൽ
എന്ത് ചെയ്തു, ഇവര് വന്ന് ഈ ബിന്നി വന്നു ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്തതുപോലെ, അതുപോലെ ഇതുവരെ കാണാത്ത ഒരു ബിന്നിയാണ് നമ്മൾ അവിടെ കണ്ടത്. അതിനെല്ലാത്തിനും കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ഈ പറയുന്ന മോർണിംഗ് ആക്ടിവിറ്റി. അത് അക്ബർ അവിടെ നിന്ന് പറയുന്നുണ്ട് ബിന്നിയുടെ ഒക്കെ വേറൊരു സ്വഭാവം നമുക്ക് കണ്ടു തുടങ്ങി എന്നൊക്കെ അക്ബറൊക്കെ അവിടെ നിന്ന് പറയുന്നത്. അതായത് മോർണിംഗ് ആക്ടിവിറ്റിയിൽ കുറച്ച് മത്സരാർത്ഥികൾ താങ്കൾ ഡിം ആയിരുന്നു, അല്ലെങ്കിൽ താഴ്ന്നു കിടക്കായിരുന്നു, ഇപ്പോ ഫയറായി പൊങ്ങി വരുന്നുണ്ട്, നല്ലൊരു മത്സരാർത്ഥിയാണ്, സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് എന്ന് പറഞ്ഞപ്പോൾ ബിന്നിയുടെ ഒരു പിരി വിട്ട് ബിന്നി ഇപ്പൊ എന്തിനും ഏതിനും കയറി തലയിടുകയും അവിടെയൊക്കെ അഭിപ്രായം പറയുകയൊക്കെ ചെയ്യുമ്പോഴാണ് ഇങ്ങനെ നമ്മൾ പറഞ്ഞില്ലേ, ഈ പറഞ്ഞതുപോലെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന വഴക്കുകളാണ് ഇവിടെ ബിന്നിയുടേത്. അങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് ഇതുപോലുള്ള, അതായത് എനിക്ക് എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലും പറയണം, അല്ലെങ്കിൽ ഈ പറയുന്ന എന്തെങ്കിലും കിടിലമായിട്ടുള്ള ഒരു പോയിന്റ് എടുത്തിടണം, ഒരു വഴക്ക് നടക്കുമ്പോൾ കിടിലമായിട്ടുള്ള ഒരു പോയിന്റ് എടുത്തിടണം എന്ന് ചിന്തിച്ച് വരുമ്പോൾ വീട്ടിൽ ഇരിക്കുന്ന ഭാര്യമാരെ ഉൾപ്പെടെ വിളിക്കാൻ വേണ്ടിയിട്ട് ബിന്നിക്ക് തോന്നി. അല്ലാതെ നോർമൽ വഴക്കാരന് ബിന്നി അതെടുത്ത് ഇടൂലായിരുന്നു. ഇവിടെ എനിക്ക് ജയിക്കണം, ഈ പറയുന്ന ഷാനവാസിനെ അടിച്ചിരുത്തണം എന്നൊരു ഒരു ചിന്ത ബിന്നിക്ക് ഉണ്ടായിരുന്നു. ആ ഒരു വഴക്കെ വളരെ സില്ലി ആയിട്ടുള്ള ഒരു മാറ്റർ ആയിരുന്നു. ചപ്പാത്തി കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബിന്നി പറയുന്നുണ്ട് ഷാനവാസ് പിന്നീട് പണിയൊന്നും ചെയ്തില്ലെന്ന്. ഷാനവാസ് പണി ചെയ്തു, ഷാനവാസ് ചെയ്തു, ഈ പറയുന്ന ഗോതമ്പ് കുഴച്ചു, ഉണ്ടാക്കി കൊടുത്തു, എല്ലാം കട്ട് ചെയ്ത് കൊടുത്തു, കറിക്കുള്ള സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത് കൊടുത്തു. അപ്പൊ ബിന്നി പറയുന്നത് ഇത്രയും പിന്നെ ഈ പറയുന്ന മാവ് കുഴച്ചാൽ മാത്രം ചപ്പാത്തി ഉണ്ടാവത്തില്ല എന്നാണ് ബിന്നിയുടെ വാദം. മാവ് കുഴച്ചാൽ മാത്രം ചപ്പാത്തി ഉണ്ടാക്കുന്നത്, നിങ്ങളൊക്കെ എന്തിനാ അവിടെ നിൽക്കുന്നത്? ഉപ്പുമാവ് ഉണ്ടാക്കാനോ? ഈ ഷാനവാസ് എന്ത് ചെയ്തു? മാവ് പൊടിച്ചെടുക്കുന്നു, ഉണ്ടാക്കി കൊടുക്കുന്നു, കറിക്കുള്ള പിന്നീട് ഇതൊക്കെ വെട്ടി വെച്ചു കൊടുക്കുന്നു. പിന്നെ എന്ത് ചെയ്യണം? അവർ ചുട്ടും കൂടി നിങ്ങൾ ബാക്കിയകത്ത് ഉരുളായിട്ട് തരണോ? അതെന്ത് അതായത് ബിന്നി പറയുന്ന ഇവൻ ഒരു പണിയും ചെയ്യുന്നില്ല, ചുമ്മാ ആഹാരം മാത്രം കഴിക്കുന്നു എന്നുള്ള ലെവലിലേക്ക്. അതായത് ഇന്നത്തെ ബിന്നിയുടെ ആ ഒരു വഴക്ക് ഒരിക്കലും നമുക്ക് ബിന്നിയെ ന്യായീകരിക്കാൻ പറ്റത്തില്ല. ബിന്നി ഇത് അറിഞ്ഞുകൊണ്ട് അനാവശ്യമായിട്ട് കൊണ്ടുവന്ന ഒരു ഫൈറ്റ് ആയിട്ടാണ് എനിക്ക് ഇതിനകത്ത് തോന്നിയത്. പിന്നെ നമ്മുടെ അനീഷിന്റെ കേസ് പറയുകയാണെങ്കിൽ അതിന് ശേഷം കൊടുത്ത ഒരു ടാസ്ക് ഉണ്ടായിരുന്നു, ഈ പറയുന്ന മൈജിയുടെ ഒരു സ്പോൺസേഡ് ടാസ്ക് ഉണ്ടായിരുന്നു. അതിനകത്ത് നിങ്ങൾ കണ്ടല്ലോ, ഈ പറയുന്ന പ്ലാസ്മ ടിവിയിൽ ഒരു പടം കാണിക്കും. ആ പടം കാണിക്കുമ്പോൾ ആ ഒരു ഇപ്പം ഫോണിന്റെ പടമാണെങ്കിൽ ബാക്കിൽ കുറെ പിക്ചേഴ്സ് കാണും. ആ ഫോണിന്റെ പടത്തിൽ ആദ്യം പോയി നിൽക്കണം എന്നുള്ളതാണ്. അനീഷ് ആദ്യം ഈ പറയുന്ന അനുമോളും അനീഷും ഒരു അടുത്താണ് വന്നത്. പക്ഷെ അവിടെ നമ്മൾ അതിനും ഈ പറയുന്ന അനീഷ് കിടന്ന് തർക്കിച്ചു. അവിടെ പക്ഷെ നമ്മൾ നോക്കി ഞാൻ സ്ലോ മോഷൻ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ട് പിന്നെ ഞാൻ പോസ്റ്റ് ചെയ്യാത്താണ്. അതിനകത്ത് വളരെ കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അവിടെ ആദ്യം വന്നത് അനുമോളാണ്, അതിനുശേഷമാണ് അനീഷ് വരുന്നത്. അത് അവിടെയും തർക്കിച്ച് അക്ബറൊക്കെ പറയുന്ന അനുമോളാണ് വന്നിട്ടും ഈ പറയുന്ന അനീഷ് പിടിച്ച മുയലിന് 2 കൊമ്പ് അല്ലെങ്കിൽ 4 കൊമ്പ് എന്ന് പറയുന്ന ഒരു രീതിയാണ് അനീഷിന്. അനീഷ് ഒരിക്കലും സമ്മതിച്ചു കൊടുക്കത്തില്ല, അനീഷ് ഒരു വിട്ടുവീഴ്ച ചെയ്യത്തില്ല. അനീഷ് പിടിച്ച ചുമ്മാ കിടന്ന് ഇങ്ങനെ അടച്ചുകൊണ്ടിരിക്കും. ഈ പറയുന്ന ഇന്നത്തെ ആദിലയുടെ കേസിലും ഇന്നത്തെ വഴക്ക് വെറുതെയാണ്. അത് സൗമ്യമായിട്ട് വന്ന് പറഞ്ഞ് എന്ത് ചെയ്യണം, ചെയ്യിപ്പിക്കാനുള്ള കേസ് വെറുതെ ഒരു ബോസ് കളിച്ച് എനിക്ക് ചെയ്യിപ്പിച്ച് പറ്റത്തുള്ളൂ, നീ ചെയ്യടാ, നീ കഴിയടാ മാത്രം എന്നുള്ള ലെവലിൽ അവളെയും കൊണ്ട് കഴിവിക്കാൻ വേണ്ടി ശ്രമിച്ചത് ആരെക്കാളും സമ്മതിക്കില്ല. നമ്മളൊരു അടിമയെ പോലെയാണ് കാണുന്നത് എന്നുള്ള രീതി വരുമ്പോൾ ആരും സമ്മതിക്കത്തില്ല. അതുകൊണ്ടാണ് ഈ പറയുന്ന നമ്മുടെ ഇതില് ആദിലയും ഈ പറയുന്ന അനീഷിന്റെ അടുത്ത് കയർക്കുന്നത്. ഞാൻ കഴുകാന്ന പറയുന്നത് നിങ്ങൾ പറഞ്ഞ് എന്നെ ഈ രീതിയിൽ പിന്നീട് പറയുകയാണെങ്കിൽ ഞാൻ കഴിയും. അത് അനീഷും ഈ പറയുന്ന ആദില മാത്രമല്ല, ഇത് കണ്ടോണ്ടിരുന്ന അനുമോൾ ആയിക്കോട്ടെ, നൂറ ആയിക്കോട്ടെ, ലക്ഷ്മി ആയിക്കോട്ടെ, ഷാനവാസ് ആയിക്കോട്ടെ, ബാക്കി എല്ലാവരും, അക്ബർ ആയിക്കോട്ടെ, എല്ലാവരും ഒരേ കാര്യത്തിൽ പറയാം, നിങ്ങൾ എന്തിനാണ് ഈ ഇറിറ്റേറ്റ് ചെയ്യുന്നത്? കാര്യം പറഞ്ഞിട്ട് പോയത്. അത് ഇവർ പറയുന്നത് വെച്ചാൽ എനിക്കൊരു ഉത്തരവാദിത്തമുണ്ട്. അനീഷ് പറയുന്നത് എനിക്ക് കിച്ചണുമായിട്ടൊരു ഉത്തരവാദിത്തമുണ്ട്, അവർ ആഹാരം വെക്കുന്നതിന് മുമ്പ് എനിക്ക് കഴുകി കൊടുക്കണമെന്ന് പറയുന്നത്. അതിന് കിച്ചൺ 1-2 പാത്രമേ ഉള്ളൂ. കിച്ചൺ ടീം അവിടെ ഈ പറയുന്ന എന്താണ് ആഹാരം വെക്കാൻ തുടങ്ങിയില്ല. അപ്പൊ കിച്ചൺ ടീം വന്ന് പറയണേ നമുക്ക് അവിടെ ആഹാരം വെക്കണം, നിങ്ങൾ ആ പാത്രം കഴുകി തരണം എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അനീഷിന് വന്ന് എന്ത് ചെയ്യാം, ആദിലയുടെ അടുത്ത് നിർബന്ധിച്ചു കൊണ്ട് ഇപ്പൊ കഴുകിയേ പറ്റുള്ളൂ എന്ന് പറയാം. അല്ലാതെ വന്ന് ഷോ കാണിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. അനീഷ് ഒരു 2 ദിവസം കൊണ്ട് അനീഷിന്റെ ഒരു ഗെയിം നെഗറ്റീവായിട്ട് പോകുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ആ പറയുന്ന ബോട്ടിൽ ടാസ്കിലും കുട്ടികളൊക്കെ അടിച്ചുപൊട്ടി അത് ബിഗ് ബോസ് തന്നെ തുറന്നു കാണിച്ചിട്ടുണ്ട്. ഇത് വളരെ മോശമാണ് എന്നുള്ളത്. മിക്കവാറും ലാലേട്ടൻ വരുമ്പോൾ ഒരു വഴക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. വഴക്ക് കിട്ടണമെന്നാണ് ഞാൻ മനസ്സിലാക്കിയെങ്കിൽ പുള്ളിക്ക് കുറച്ചും കൂടി നല്ലതായിട്ട് ഗെയിമിൽ നല്ലതായിട്ട് വരാം. അല്ലെങ്കിൽ ഇതേപോലത്തുള്ള നെഗറ്റീവ് വീണ്ടും ചെയ്തുകൊണ്ടിരുന്ന നെഗറ്റീവ് ആവത്തേ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ ഇനി പറഞ്ഞ സ്പോൺസേഡ് ടാസ്കിലും ഈ പറഞ്ഞ ജിഷിനുമായിട്ടുള്ള പ്രശ്നം നടന്നു. അവിടെയും ഈ ജിഷിനും ഈ പറയുന്ന ആരാണ് അനീഷും ഒരേ സമയമാണ് വന്നത്. പക്ഷെ അവിടെയും ഒരു ഫൈറ്റ് മോഡിലേക്കാണ് ഈ പറയുന്ന അനീഷ് പോകുന്നത്. അനീഷ് ഉടനെ പറയുന്നത് ഞാൻ തന്നെയാണ് പോ. നമ്മൾ അതും സ്ലോ മോഷൻ നോക്കി കഴിഞ്ഞാൽ 2 പേർക്കും കൊടുക്കാം. വേണമെങ്കിൽ ജിഷിനും കയറി എന്ന് പറയാം, ഇല്ലെങ്കിൽ അനീഷ് കയറി എന്ന് പറയും. അത് മറ്റുള്ള അല്ലെങ്കിൽ റെഫറിക്ക്
എന്താണ് അവിടെ നിൽക്കുന്നവർക്ക് ഒരു അവസരം കൊടുക്കും. നിങ്ങൾ തീരുമാനിക്കുമെന്ന് പറയുന്ന പകരം അവിടെ വളരെ ഇതായി അഗ്രസീവായിട്ട് ഞാൻ തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചുകുട്ടികളെ പോലെ ഭയങ്കര വാശി കാണിക്കുന്ന. അതുകൊണ്ടാണ് ജിഷിൻ കയറി എന്റെ ദേഹത്ത് തൊട്ടുള്ള. ജിഷിൻ കാണിച്ചത് മഹാദലിതനമാണ്. ഈ ഒരു ചെറിയ ഇതൊരു സ്പോൺസേഡ് ടാസ്ക് ആണ് എന്ന് ബിഗ് ബോസ് പലതവണ വിളിച്ചു പറഞ്ഞിട്ടും കൂടി ഇവർ അതിന്റെ ഇടയിൽ കൂടി കിട്ടുന്ന അടി കൂടാനാണ് പോയത്. മനസ്സിലായത്? എന്റെ ദേഹത്തൊട്ടാ നീ നിന്നെ ഞാൻ ഇടിച്ച് തിരുത്തളെന്നാണ് ജിഷൻ പറയുന്നത്. എന്തോന്നടേ ഇതൊക്കെ. ഇത്രയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടാലിറ്റി നോക്കിയാൽ നടന്നത്. വേറെ പ്രത്യേകിച്ചൊന്നും എന്റെ ഓർമ്മയിലില്ല. എന്റെ ഓർമ്മയിലുള്ള സംഭവങ്ങളൊക്കെ പറഞ്ഞു. വേറെ ഒന്നും നടന്നില്ലേ. നമുക്ക് വീണ്ടും കാണാം. ശരി.